26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ദേശീയ തലസ്ഥാന മേഖലയിൽ മഴ ദുരിതം വിതച്ചു. ഡൽഹിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലാണ്. ദിവസങ്ങൾ നീണ്ട കനത്ത ചൂടിൽ ആശ്വാസമായിരുന്നു മഴയെങ്കിലും ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു. ഇന്നലെ പെയ്ത മഴയിൽ ഡൽഹിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലാണ്. സഫ്ദർജംഗ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനിടെ 72.6 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. 16 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മഴയാണ് ജൂലൈയിൽ പെയ്തത്. തുടർച്ചയായ മഴയിൽ ഡൽഹി NCRലെ പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മെഹ്റോളി ബദർപൂർ റോഡ് പൂർണ്ണമായും അടച്ചു. അക്ഷർധാം, ഡൽഹി നോയിഡ എക്സ്പ്രസ് വേ എന്നിവിടങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. വികാസ് മാർഗ്, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ, മുനീർക്ക, സദർ ബസാർ, ദ്വാരക എന്നിവിടങ്ങളും വെള്ളം കയറി. ഇന്നലെ പുലർച്ചെ 5-ന് തുടങ്ങിയ ശക്തമായ മഴയെ തുടർന്ന് ഗാസിയാബാദ് നഗരത്തിൽ ജനജീവിതം സ്തംഭിച്ചു. സർക്കാർ സ്കൂളുകളുടെയും ഓഫീസുകളുടെയും പ്രവർത്തനത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കിടെ MMG ആശുപത്രിയുടെ എക്സ്റേ ഗാലറിയുടെ മേൽക്കൂര അടർന്നു വീണു. രോഗികളോ ജീവനക്കാരോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണതിനാൽ ഗതാഗതം തടസ്സപ്പെടുത്തി. ഫരീദാബാദിൽ ബുധനാഴ്ച തുടങ്ങിയ മഴയെ തുടർന്ന് പല സെക്ടറുകളിലും കോളനികളിലും വൈദ്യുതി, ശുദ്ധജല വിതരണം പൂർണ്ണമായും നിലച്ചു. രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലേക്കും കാലവർഷം വ്യാപിച്ചു. മൂന്ന് ദിവസം കൂടി ഡൽഹിയിലടക്കം ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കാണ് സാധ്യത. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.